വെൽക്കം ടു ദ ന്യൂ ടോപ്പിക് ഡോപ്ലർ ഇഫക്റ്റ്. നമ്മൾ ഫസ്റ്റ് ഇയർ വേവ്സ് പഠിക്കുമ്പോൾ ഡോപ്ലർ ഇഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. സൗണ്ടിന്റെ ഡോപ്ലർ ഇഫക്റ്റ് ആണ് പഠിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ഡോപ്ലർ ഇഫക്റ്റ്? ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഒരു തോന്നലാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഇറ്റ് ഈസ് ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഹിയർഡ് ബൈ എ ലിസണർ. കേൾവിക്കാരനാണ്. ഹിയർഡ് ബൈ എ ലിസണർ ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ലിസണർ. സൗണ്ട് ഉണ്ടാക്കുന്ന സോഴ്സും അത് കേൾക്കുന്ന ആളുടെയും ഇടയ്ക്ക് ആപേക്ഷികമായ ഒരു ചലനം ഉണ്ടായാൽ കേൾവിക്കാരന് അത് പ്രൊഡ്യൂസ് ചെയ്ത ഫ്രീക്വൻസിയിലല്ല സൗണ്ടിനെ കേൾക്കുക. അയാൾക്ക് ഫ്രീക്വൻസി കൂടിയതായിട്ടും കുറഞ്ഞതായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്ന സാധ്യതകൾ വരുന്നുണ്ട്. ഫ്രീക്വൻസിയിൽ ഉണ്ടായിരുന്ന ഈ മാറ്റത്തെ വിളിച്ച പേരായിരുന്നു ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് സൗണ്ട്. ഇതേ ഡോപ്ലർ ഇഫക്റ്റ് ലൈറ്റിന്റെ കേസിലുമുണ്ട്. അവിടെ സോഴ്സും ഒബ്സർവറും തമ്മിൽ സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. സൗണ്ട് പോലെ ചെറിയ വേഗതയിലൊന്നും ഡോപ്ലർ ഇഫക്റ്റ് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഗാലക്സികൾ, നക്ഷത്രങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് വലിയ വേഗതയിലാണ്. ആ വേഗത വരുന്ന സ്ഥലത്തെല്ലാം ഡോപ്ലർ ഇഫക്റ്റ് പ്രത്യക്ഷപ്പെടും. ലൈറ്റിന്റെ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അപ്പൊ എന്തായിരിക്കും? അത് സൗണ്ട് എന്നുള്ളത് മാറ്റി ലൈറ്റ് എന്നുള്ളത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് വേണ്ട, അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ടു ആൻ ഒബ്സർവർ. കാഴ്ചക്കാരനാണ്. ടു ആൻ ഒബ്സർവർ ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഒബ്സർവർ, നോട്ട് ലിസണർ, സോഴ്സ് ആൻഡ് ഒബ്സർവർ. പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സും അത് കാണുന്ന ആളുടെയും ഇടയ്ക്ക് ആപേക്ഷികമായ ചലനം വന്നാൽ അതിന്റെ ഭാഗമായി കാഴ്ചക്കാരന് കാണുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി മാറിയതായിട്ട് തോന്നും. ദിസ് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് ഡോപ്ലർ ഇഫക്റ്റ്. നോക്കൂ, തിയറിക്ക് ഡെറിവേഷന് നമ്മളുടെ സിലബസിൽ ഒരു സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കിയിൽ അതിന്റെ റിസൾട്ട് തന്നിരിക്കുകയാണ്. The apparent change in frequency delta nu by original frequency will be equal to minus v radial by c എന്നാണ് അതിന്റെ ഫൈനൽ ഇക്വേഷൻ. ഇതിൽ v radial by c എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന സോഴ്സ് മൂവ് ചെയ്യുന്ന വേഗതയാണ്. c എന്ന് പറഞ്ഞ പ്രകാശത്തിന്റെ വേഗതയുമാണ്. പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന സോഴ്സ് കാഴ്ചക്കാരിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ വി റേഡിയൽ എന്നുള്ളത് പോസിറ്റീവ് ആണ്. ഇവിടെയുള്ള നെഗറ്റീവിന്റെ കൂടെ അത് ചേർത്ത് എഴുതുക. എന്നാൽ പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് കാഴ്ചക്കാരന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ വി റേഡിയൽ എന്നുള്ള ഇത്രയും ഭാഗം നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ആ നെഗറ്റീവ് കൂടി അത് എന്തായി മാറണം? പോസിറ്റീവ് ആയിട്ട് ഉത്തരം വരും. ഈ രണ്ട് കേസും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇഫ് ദ സോഴ്സ് ഈസ് മൂവിങ് അവേ ഫ്രം ദി ഒബ്സർവർ വി ഈസ് പോസിറ്റീവ്. ഈ നെഗറ്റീവ് ഓൾറെഡി ഉണ്ട് കേട്ടോ, അത് വെച്ചുകൊണ്ടാ പറയണം. ഇഫ് ദ സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഒബ്സർവർ വി റേഡിയൽ ഈസ് നെഗറ്റീവ്. അപ്പൊ ആ നെഗറ്റീവും കൂടി സ്വാഭാവികമായി പോസിറ്റീവിലേക്ക് വരണം. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഡോപ്ലർ ഇഫക്റ്റ്. ഈ ഡോപ്ലർ ഇഫക്റ്റ് നക്ഷത്രങ്ങളെ കാണുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, നക്ഷത്രങ്ങളൊന്നും സ്റ്റേഷനറി അല്ല. നമ്മൾ നോക്കുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രം നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളിലേക്ക് എത്തുന്ന ലൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിൽ നിന്ന് നല്ല വേഗതയിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ അത്തരം ആളുകളുടെ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് എനർജി കുറയും, ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറയാതെ തന്നെ വേവ് ലെങ്ത് കൂടിയ രീതിയിലാണ് അത്തരം നക്ഷത്രങ്ങളിൽ ലൈറ്റ് ഒബ്സർവറുടെ കണ്ണിലെത്തുക. അതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത സമയത്തുള്ളതിനേക്കാൾ കൂടിയ വേവ് ലെങ്ത് വരുന്ന രീതിയിൽ നമ്മുടെ ഒബ്സർവറുടെ കണ്ണിലെത്തും. വേവ് ലെങ്ത് കൂടിയ കളറുകൾ ഏതാ? റെഡ്, ഓറഞ്ച്, യെല്ലോ ആണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത ലൈറ്റിൽ നിന്നും വ്യത്യസ്തമായി വേവ് ലെങ്ത് കൂടിയ ഭാഗത്തേക്ക് ആ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ലൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് വേവ് ലെങ്ത് ആയതുകൊണ്ട് നമുക്കതിനെ സ്പെക്ട്രം എന്ന് വിളിക്കാം. That means when a star is moving away from us, its spectrum shifts towards the longer wavelength side. That means towards the red, yellow, orange region. That shifting is known as redshift. ഇതിന്റെ അർത്ഥം
ഒരു നക്ഷത്രത്തെ റെഡിഷ് കളറിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ നക്ഷത്രം നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രമായിരിക്കുമെന്നാണ്. കാരണം അതിന്റെ ലൈറ്റ്, അതിന്റെ സ്പെക്ട്രം ലോങ്ങർ വേവ് ലെങ്ത് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉദ്ദേശം. അതേസമയം ചില ലോക്കൽ പോയിന്റുകളിൽ ഒബ്സർവർ ഒരു നക്ഷത്രം നോക്കുന്ന ആളുടെ അടുത്തേക്ക് വരികയാണെങ്കിലോ, അടുത്തേക്ക് വരുന്ന എനർജി കൂടിയ റേഡിയേഷൻസ് വരുന്നു, ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻസ് വരുന്നു, വേവ് ലെങ്ത് കുറഞ്ഞ റേഡിയേഷൻസ് വരുന്നു. That means when a star is approaching towards the observer, its spectrum, its light shifts towards the lower wavelength side, the bluish region, the blue region. That shifting is known as blue shift. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വെച്ചുകൊണ്ട് യൂണിവേഴ്സിനെ നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്നത് ഭൂരിഭാഗം നക്ഷത്രങ്ങൾ കാണിക്കുന്നത് റെഡ് ഷിഫ്റ്റ് ആണ്. അതിന്റെ അർത്ഥം നക്ഷത്രങ്ങൾ ഭൂരിഭാഗവും പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ ഇതാണ്: യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. യൂണിവേഴ്സിന്റെ ഈ എക്സ്പാൻഷൻ ഡോപ്ലർ ഇഫക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഭംഗിയായി വിശദീകരിക്കാൻ സാധിക്കും. ഓക്കെ, ടു ദ ന്യൂ ടോപ്പിക്, പോളറൈസേഷൻ. ലൈറ്റ് കാണിക്കുന്ന പ്രധാനപ്പെട്ട ഫിനോമിനകളിൽ ഒന്നാണ് പോളറൈസേഷൻ. പ്രകാശം ഒരു തരംഗമാണ്. തരംഗം എന്ന ആശയം വെച്ചുകൊണ്ട് ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. എന്നാൽ അത് വെറും ഒരു തരംഗമല്ല, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ് എന്നുകൂടി പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് അല്ല, അന്നുകൂടി പ്രൂവ് ചെയ്യുന്ന ഒരു ഫിനോമിനയാണ് പോളറൈസേഷൻ. നോക്കൂ, ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആവുമ്പോൾ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഡയറക്ഷനിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ലൈറ്റിനെ എല്ലാ ഡയറക്ഷനിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലെ ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർഡിനറി ലൈറ്റ്. ഈ ഓർഡിനറി ലൈറ്റിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ ആണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കാഴ്ച എന്നുള്ള അനുഭവം ഉണ്ടാക്കി തരുന്നത്. ഇങ്ങനെ എല്ലാ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ലൈറ്റ് ചില ക്രിസ്റ്റലുകളിലൂടെ കടന്നു പോകുമ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റ് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് ചില പ്രത്യേക ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ടൂർമലൈൻ ക്രിസ്റ്റൽ, ക്വാർട്സ് ക്രിസ്റ്റൽ തുടങ്ങിയ ക്രിസ്റ്റലിലൂടെ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ എല്ലാ ഭാഗത്തേക്കുമുള്ള ലൈറ്റിനെ കടത്തിവിട്ടാൽ ഓർഡിനറി ലൈറ്റ്, പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ചില പ്രത്യേക ഡയറക്ഷനിൽ മാത്രം ഒതുങ്ങും. ബാക്കി ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ കട്ടാവും. എന്ന് വെച്ചാൽ പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയും. ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് നിൽക്കുന്ന ഭാഗത്തെ വിളിക്കുക പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് മുറിഞ്ഞു പോയ ഭാഗത്തെ വിളിക്കുക, ഒഴിവാക്കിയുള്ള ഭാഗത്തെ വിളിക്കുക പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്നാണ്. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. That means polarization is the phenomena in which the electric field vibrations of ordinary light is confined, restricted in a particular plane when light passes through certain crystals. Tourmaline crystal is an example. So this crystal is known as polarizer. Polarized light produce ചെയ്യുന്ന ക്രിസ്റ്റലിന്റെ പേരാണ് പോളറൈസർ. ഇനി പുറത്തേക്ക് വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആണോ എന്ന് തിരിച്ചറിയാൻ ഇതേ ടൂർമലൈൻ ക്രിസ്റ്റൽ ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോയി വെച്ച് ഈ ടൂർമലൈൻ ക്രിസ്റ്റലിന്റെ ഓപ്റ്റിക്കൽ ആക്സിസും ഈ ക്രിസ്റ്റലിന്റെ ഓപ്റ്റിക്കൽ ആക്സിസും പാരലൽ വന്നാൽ പുറത്തേക്ക് വന്ന ലൈറ്റുകൾ മുഴുവൻ എത്തും. എല്ലാ ലൈറ്റുകളും അതേപോലെ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ നിലനിൽക്കുന്ന രീതിയിൽ പുറത്തേക്ക് വരും. എന്നാൽ ഈ പറയുന്ന ടൂർമലൈൻ ക്രിസ്റ്റൽ തിരിച്ചു വെച്ചാൽ ഈ രീതിയിലാണ് ക്രിസ്റ്റൽ വെക്കുന്നതെങ്കിൽ രണ്ട് ആക്സിന്റെ ഇടയ്ക്കുള്ളത് 90 ഡിഗ്രിയാണ്. പുറത്തേക്ക് വരുന്ന ലൈറ്റ് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ലൈറ്റ് പോളറൈസ്ഡ് ആണോ പോളറൈസ്ഡ് അല്ലയോ എന്ന് തിരിച്ചറിയാൻ രണ്ടാമതൊരു ടൂർമലൈൻ ക്രിസ്റ്റൽ ഇവിടെ കൊണ്ടുവച്ച് ഇതിനൊന്ന് 360 ഡിഗ്രി കറക്കിയാൽ മതി. രണ്ടിന്റെ ആക്സ് പാരലൽ വരുമ്പോൾ മുഴുവൻ ലൈറ്റും പുറത്തേക്ക് വരും. ഇവിടെ പുറത്തേക്ക് വന്ന ഈ ലൈറ്റ് അതേപോലെ പുറത്തേക്ക് വരും. 90 ഡിഗ്രി വരുമ്പോൾ അത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഉറപ്പിച്ചു ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ലൈറ്റ് പോളറൈസ്ഡ് ആണ്.
പോളറൈസ്ഡ് ലൈറ്റ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന രണ്ടാമത്തെ ക്രിസ്റ്റലിന്റെ പേരാണ് അനലൈസർ. രണ്ടും ടൂർമലൈൻ ക്രിസ്റ്റൽ ആണ് കേട്ടോ. ഒന്ന് പോളറൈസർ എന്ന് വിളിച്ചു, ഒന്നിനെ വിളിച്ചു അനലൈസർ. പോളറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് പോളറൈസർ എന്നും, അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് അതിന് എന്തുവായി അനലൈസർ എന്നുമാണ് വിളിക്കുന്നത്. നോക്കൂ, ഇവിടെ വന്ന് വീഴുന്ന ലൈറ്റ് ഓർഡിനറി ആയിരുന്നുവെങ്കിൽ ഇത് എങ്ങനെയൊക്കെ തിരിച്ചാലും കുറച്ച് ലൈറ്റ് പുറത്തേക്ക് ഉണ്ടാവും. കാരണം അതിന്റെ ഒക്കെ ഓറിയന്റേഷനിൽ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇത് പോളറൈസ്ഡ് ലൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് പാരലൽ വന്നപ്പോൾ ഫുൾ ലൈറ്റ്, പാരലൽ അല്ലാത്തപ്പോൾ സീറോ ലൈറ്റും അതിന്റെ പുറത്തേക്ക് യാതൊരു ഇന്റൻസിറ്റിയും ഇല്ലാതിരുന്നു. That means the intensity of polarized light coming out of the analyzer, that is directly proportional to square of the cosine of the angle between optical axis of polarizer and analyzer. പോളറൈസറിന്റെയും അനലൈസറിന്റെയും ആക്സിസുകൾക്കിടയ്ക്ക് വരുന്ന ആംഗിളിനനുസരിച്ച് അതിന്റെ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി മാറുന്നതായിട്ട് കാണുന്നത്. when theta is 0, intensity is maximum. when theta is 90, intensity is minimum. That clearly explains this equation. I proportional to cos square theta, that is I is equal to I0 cos square theta, which is the maximum value of intensity. And this is the law which is introduced by Malus, so it is called Malus law of polarization. I explain what is polarization, what is polarizer, what is analyzer, and what is Malus law. നമുക്ക് പോളറൈസർ ലൈറ്റ് ഉണ്ടാക്കാൻ ഇത് മാത്രമല്ല വഴികൾ കേട്ടോ. ലൈറ്റ് സ്പേസിലൂടെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിളിലൊക്കെ തട്ടി സ്കാറ്റർ ചെയ്യും. അങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് 90 ഡിഗ്രി, ലൈറ്റ് വന്ന് വീഴുന്ന ഡയറക്ഷനിൽ 90 ഡിഗ്രി മാറി ഒബ്സർവ് ചെയ്താൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ലൈറ്റ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡൊക്കെ ഒരു പ്രത്യേക ദിശയിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ സ്കാറ്ററിങ് വഴി നിങ്ങൾക്ക് പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാം. അതേപോലെ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാനുള്ള വേറൊരു മെത്തേഡാണ് റിഫ്രാക്ഷൻ. അങ്ങനെ റിഫ്രാക്ഷൻ കാണിക്കുന്ന സർഫസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തു വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് റിഫ്രാക്ഷൻ അല്ല പറയേണ്ടത്, റിഫ്ലക്ഷൻ ആണ്. എങ്ങനത്തെ സർഫസുകൾ? റിഫ്രാക്ഷൻ കാണിക്കുന്ന സർഫസുകൾ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നതിൽ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. These are the two important methods to produce polarized light. നമുക്ക് ആ റിഫ്ലക്ഷൻ എങ്ങനെയാണ് പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ തിയറി ഒന്ന് നോക്കാം. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. നോക്കൂ, AB എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് മീഡിയമാണ്, ലൈറ്റിനെ കടത്തിവിടാൻ കഴിവുള്ളൊരു മീഡിയമാണ്. അതിലേക്ക് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് പതിക്കുകയാണ്. ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? അതിന് എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ ഉണ്ട്. അത്തരം ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ ഇങ്ങനെയാണ് കാണിക്കുക. അവിടെ സെന്ററിൽ ഒന്ന് കനം കൂട്ടും, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്, ഓൾ ഡയറക്ഷൻസ് ദർ ഈസ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയുള്ള ലൈറ്റ് റേ വന്ന് പതിച്ചു. വന്ന് പതിക്കുന്ന ആംഗിൾ ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് ലൈറ്റ് തിരിച്ചുപോയി, കുറച്ച് ലൈറ്റ് മീഡിയത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്, റിഫ്രാക്ഷൻ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ റിഫ്ലക്റ്റഡ് ചെയ്തു വരുന്ന ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ടാണ് കണ്ടത്. ചെറിയ ചെറിയ അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. റിഫ്രാക്റ്റഡ് ലൈറ്റിനെ നോക്കുമ്പോൾ റിഫ്രാക്റ്റഡ് ലൈറ്റ് അൺപോളറൈസ്ഡ് ആണ്, പക്ഷെ റിഫ്ലക്റ്റഡ് ലൈറ്റ് പോളറൈസ്ഡ് ഉണ്ട്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മെല്ലെ 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 വർദ്ധിപ്പിക്കും തോറും ഇവിടെ വരുന്ന പോളറൈസ്ഡ് ലൈറ്റിന്റെ അളവ് കൂടുകയും ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തുമ്പോൾ ഞാൻ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ IP എന്ന് ലേബൽ ചെയ്യാം. റിഫ്ലക്റ്റഡ് ലൈറ്റിന്റെ പ്രത്യേകത നോക്കിയപ്പോൾ അത് മുഴുവനായിട്ടും പോളറൈസ്ഡ് ആണ്, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആണ്. That angle of incidence at which reflected light is completely polarized is represented as IP, which is known as polarizing angle. Polarizing angle. നമുക്ക് പോളറൈസിങ് ആംഗിളിന്റെ സമയത്ത് റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് ലൈറ്റും എക്സാക്ട് 90 ഡിഗ്രി ആയിരിക്കും. They are perpendicular, this light and this light.
That means when this angle is 90 degree, the remaining angles will be added. You get 90 degree because total angle will be 180 degree. That means IP plus R is equal to 90 degree. Epo? When the angle of incidence is polarizing angle. At a polarizing angle, reflected light is completely polarized, but the refracted light contains polarized and unpolarized light. അവിടെ നമുക്ക് പ്രത്യേകതകളൊന്നുമില്ല. ഇവിടെയാണ് നമുക്ക് പ്രത്യേകതയുള്ളത്. Reflected light completely polarized ആണ്. That angle is known as angle of polarization or polarizing angle. ആ സമയത്ത് reflected light, refracted lightഉം 90 degree ആയിരിക്കും. And at the same time, the scientist Brister observed that when you find the tangent of the polarizing angle, you get refractive index of second media. ഈ സമയത്ത് നിങ്ങൾ പോളറൈസിംഗ് ആംഗിളിന്റെ ടാൻ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന വില രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഇപ്പൊ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കണതെങ്കിൽ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ടാൻജന്റ് ഓഫ് പോളറൈസിംഗ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയ വിച്ച് ഈസ് നോൺ ആസ് ബ്രിസ്റ്റേഴ്സ് ലോ, an important law in polarization. Tan IP is equal to n. നോക്കൂ, ഈ tan IP is equal to n എന്നുള്ളത് നമുക്ക് സ്നെൽസ് ലോയിൽ നിന്ന് കണ്ടെത്താവുന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെയാണ് അത് കിട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. സ്നെൽസ് ലോ, sin I by sin R is equal to n2 by n1. sin I എന്ന് പറയുന്നത് പോളറൈസിംഗ് ആംഗിൾ ആണെങ്കിൽ sin IP by sin R is equal to n2 എന്നുള്ളത് രണ്ടാമത്തെ മീഡിയം ഗ്ലാസ് Ng എന്ന് എഴുതാം. n1 1 ആയതുകൊണ്ട് by 1 എന്നുള്ളത് ഒഴിവാക്കാം. So you get Snell's law becomes sin IP by sin R is equal to Ng. But at polarizing angle, you know IP plus R is equal to 90 degree. That means R is equal to 90 minus IP. When substituting, you get sin IP by sin 90 minus IP is equal to Ng. Sin 90 minus IP. Sin 90 minus theta cos theta. Sin 90 minus IP cos IP. You get sin IP by cos IP is equal to Ng. What is sin IP by cos IP? That is tan IP, which is the Brister's law. ഇപ്പൊ സ്നെൽസ് ലോയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബ്രിസ്റ്റേഴ്സ് ലോ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. Tan IP is equal to n, and this is an important equation in polarization. Okay. ഇപ്പൊ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സ്കാറ്ററിംഗ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് റിഫ്രാക്ഷൻ ഉപയോഗിക്കാം, നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ഉപയോഗിക്കാം. റിഫ്ലക്ഷന്റെ കേസിലുള്ള പ്രധാനപ്പെട്ട ലോ ആണ് ബ്രിസ്റ്റേഴ്സ് ലോ. നമുക്ക് ഇങ്ങനെ ചില ക്രിസ്റ്റലുകളിലൂടെ ലൈറ്റ് കടന്നു വരുമ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി തീവ്രത കുറഞ്ഞിരിക്കും. ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസിന്റെ എഫക്ട് എന്താ? ലൈറ്റ് അതിലേക്ക് വന്ന് പതിക്കുമ്പോൾ ഗ്ലാസിന്റെ ഉള്ളിലൂടെ നമ്മളെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റിന്റെ തീവ്രത കുറവാണ്. അതുകൊണ്ടാണ് അതിനെ കൂളിംഗ് ഗ്ലാസ് എന്ന് വിളിച്ചത്. വാഹനങ്ങളിലൊക്കെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുന്ന ഗ്ലാസ് വിൻഡ് ഷീൽഡ് അത് കൂളിംഗ് ആണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും കൂടിയുണ്ട് പോളറൈസേഷൻ. പ്രകാശം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഫിനോമിനയാണ് പോളറൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേവ് ഒപ്റ്റിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഫോക്കസ് ഏരിയ ബേസ്. അതുകൊണ്ട് നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു.